ഒരു 14,000 കോടിയുടെ ബജറ്റായിരുന്നു ഇതിൽ. 2015 തൊട്ട് 2022 വരെയുള്ള കാലഘട്ടത്തിൽ ഈ സ്കിൽ ഇന്ത്യ, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറഞ്ഞിട്ട് PMKVY എന്നുള്ള രീതിയിൽ നടത്തിയ ഒരു സ്കീമിൻ്റെ അതിനകത്ത് ഒരു 10,000 കോടിയോളം ഓൾറെഡി ചെലവഴിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ CAG പെർഫോമൻസ് ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 95% ആൾക്കാർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല, ഇതിനകത്തില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. 1 കോടിയോളം ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കും എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഇത്. അതിൽ 61 ലക്ഷം ആൾക്കാർക്ക് ട്രെയിനിങ് ആരാണ് കൊടുത്തത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അതിൽ ട്രെയിനിങ് കൊടുത്തതിന് ഒരു അസസ്മെൻ്റ് ഉണ്ട്, എന്നിട്ടാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അതിൽ 97% ആരാണ് ഈ അസസ്മെൻറ്റ് കൊടുത്തത് എന്നൊരു ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഇതെല്ലാം CAG റിപ്പോർട്ട് ഓരോന്നോരോന്നായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനിങ് കൊടുത്തോ ഇല്ലയോ നമ്മൾ വിളിച്ചു ചോദിക്കണമെങ്കിൽ അവരുടെ ഇമെയിലോ മൊബൈൽ നമ്പറോ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ വേണം. 1 കോടി ആൾക്കാർക്ക് ആകെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 4 ലക്ഷത്തിൽ താഴെ മൊബൈൽ നമ്പറുകളാണ്. 1.5 ലക്ഷം 1,80,000 ഇമെയിൽ മാത്രമേ ഉള്ളൂ ഈ 1 കോടി ആൾക്കാർക്ക് നമ്മുടെ കയ്യിൽ. ആർക്കാണ് ഈ ട്രെയിനിങ് കൊടുത്തതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വിളിച്ച് വെരിഫൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഇല്ല. പിന്നെ സ്പെസിഫിക് ഇൻസ്റ്റൻസസ് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീലിമ മൂവിംഗ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, അതായത് 33,000 ആൾക്കാർക്ക് ഒരു ട്രെയിനിങ് കൊടുത്തു. പക്ഷേ CAG റിപ്പോർട്ടിൽ പറയുന്നത് ആ ഒരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അത് അടച്ചുപോയി, അത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇല്ല. 33,000 അത് ബെസ്റ്റ് ഇൻ ക്ലാസ് എംപ്ലോയർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് അവരെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് മിനിമം ഇത്രയും ടേൺ ഓവർ വേണം, ഇത്രയും എംപ്ലോയീസ് വേണം എന്നുള്ള ഒരു കാറ്റഗറി വെച്ചിട്ടുള്ള ഒരു ഇതിനകത്താണ് അവരെ എൻറോൾ ചെയ്തിരിക്കുന്നത്. നീലിമ മൂവിംഗ് പിക്ചേഴ്സ്, അതുപോലെ റേഡിയേറ്റ് ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു 15,000 ആൾക്കാർക്ക് അവർ ട്രെയിനിങ് കൊടുത്തു. പക്ഷേ ആ ഒരു കമ്പനി ROCയിൽ രജിസ്റ്റേർഡ് പോലും അല്ല, അങ്ങനെ ഒരു രജിസ്റ്റർ പോലും ഇല്ലാത്തൊരു കമ്പനി. വേറൊരു എക്സാമ്പിൾ ജയ്പൂർ കൾച്ചറൽ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു അവർ ഒരേ ന്യൂസ് പേപ്പർ, അതായത് അവർ ഫെബ്രുവരി 31 ട്രെയിനിങ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ്. അതായത് ഡേറ്റ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് പോവുക എന്നുള്ള ഒരു രീതിയിൽ. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എൻറോൾമെൻറ്റിൻ്റെ സമയത്തും സർട്ടിഫിക്കേഷൻ്റെ സമയത്തും അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് 3 ഭാഗത്തും. പ്ലേസ്മെൻറ്റിൽ ഇവർ പറഞ്ഞത് കാര്യം ഇതിനനുസരിച്ചാണ് കാശ് പോകുന്നത്, അതായത് 30%, 40%, 30% അങ്ങനെ ഒരു രീതിയിലുള്ളൊരു ഡിസ്ട്രിബ്യൂഷനാണ് ഇതിനകത്ത്. അപ്പം പ്ലേസ്മെൻറ്റ് 41% കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. അതിനകത്ത് CAG 2-3 കമ്പനികളിൽ എന്തോ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 3 കമ്പനികളും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടില്ല, ഇവിടുന്ന് വന്നിരിക്കുന്ന പ്ലേസ്മെൻറ്റ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യാജമാണ് അല്ലെങ്കിൽ ഫ്രോഡാണെന്നാണ്. അതായത് ഈ ഒരു എല്ലാ സ്റ്റേജിലും, എൻറോൾമെൻറ്റിൻ്റെ സ്റ്റേജിലും സർട്ടിഫിക്കേഷൻ്റെ സ്റ്റേജിലും ട്രെയിനിങ്ങിൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ സ്റ്റേജിലും ഒരു തരത്തിലുള്ള ഒരു ഡേറ്റ ഇൻറ്റഗ്രിറ്റി ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. അപ്പം CAG സ്കാം എന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ആ റിപ്പോർട്ട് വായിച്ചാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസിനകത്ത് എല്ലാ സ്റ്റേജിലും അവർ പറയുന്നത് ഇത് അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതാണ്. ഇത് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം CAG റിപ്പോർട്ടിൽ നിന്നുള്ള വ്യക്തമാണ്. ഇത് ആരുടെയൊക്കെ അറിവോടുകൂടിയാണ് നടന്നത്, ആരൊക്കെയാണ് ഇതിൻ്റെ ലാഭാർത്ഥികൾ, എവിടെയൊക്കെയാണ് ഇതിൻ്റെ അത് മനസ്സിലാക്കേണ്ട ഇനി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി വേണം. അത് ക്രിമിനൽ എൻക്വയറി, CBI എൻക്വയറി, അല്ലെങ്കിൽ പാർലമെൻറ്റ് ഓഫ് കോഴ്സ് ബജറ്റ് സെഷനിൽ വരുമ്പോൾ പാർലമെൻറ്റിൽ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഉന്നയിക്കും. ഇതിലൊരു ഡിസ്കഷൻ ആവശ്യപ്പെടും, ഇതെങ്ങനെ ഇതുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. കാര്യം 10,000 കോടി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ടാക്സിൽ നിന്ന് പോകുന്ന കാശാണിത്, ജനങ്ങളുടെ പൈസയാണിത്. അതായത് ഫിക്റ്റീഷ്യസ് അല്ല. പണ്ട് ഈ 2 ലക്ഷം കോടി നഷ്ടപ്പെട്ടേക്കാമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അസംഷൻ ഉള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളല്ലേ, ഇത് പോയ പൈസയാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് മാസം നമുക്ക് വരുന്നതിന് മുമ്പ്, ശമ്പളം കിട്ടുന്നതിന് മുമ്പ് ടാക്സ് ആയിട്ട് ആദ്യം പോകും. നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. വരുന്നതിന് മുമ്പ് തന്നെ ടാക്സ് ആയിട്ട് അതങ്ങ് പോകുന്നതാണ്. ആ പൈസയിൽ നിന്നാണ് 1 കോടിയോളം ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട, അവർക്കും കൊടുക്കുന്നില്ല, ഇവിടുന്ന് കാശും പോകുന്നു എന്ന് പറഞ്ഞൊരു ഒരവസ്ഥയിലാണ് ഇത് വന്നിരിക്കുന്നത്. അല്ല, ഇത് സ്കിൽ എന്റർപ്രണർഷിപ്പ് ബജറ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഇത് തീർച്ചയായിട്ടും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എടുക്കും. ഒരു JPC അന്വേഷണം ആവശ്യപ്പെടും, തീർച്ചയായിട്ടും ആവശ്യപ്പെടും. ഇത് കേരളത്തിലടക്കം ഈ ക്രമക്കേട് ഇത് ഒരു എക്സാമ്പിൾ പറയുന്നത് കേരളത്തിലെ പ്ലേസ്മെന്റ് പറഞ്ഞില്ലേ, 3 കമ്പനികൾ പ്ലേസ്മെന്റിന്റെ, അത് ആ റിപ്പോർട്ട് കേരളത്തിന്റെയാണ് ആക്ച്വലി. അതായത് 3 കമ്പനികളിൽ നിന്നും പ്ലേസ്മെന്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ റിപ്പോർട്ട് അവർ അന്വേഷിച്ച് നോക്കിയപ്പോൾ 3 കമ്പനികൾ ഇങ്ങനൊരു റിപ്പോർട്ട് ഇവിടെ നിന്ന് വന്നിട്ടില്ല, ഞങ്ങൾ ഇങ്ങനൊരു പ്ലേസ്മെന്റ്. ആ റിപ്പോർട്ട് ആക്ച്വലി CAG കേരളത്തിനെ കുറിച്ചാണ്, കേരളത്തിലെ എക്സാമ്പിളാണ് പറയുന്നത്. ഇത് മോസ്റ്റ്ലി സെൻട്രലി സ്പോൺസേഡ്, സെൻട്രലി മാനേജ്ഡ് ആണ് ഈ സ്കീം. രണ്ടാമത്തെ ഫേസ് തൊട്ട് 25% അത് സെൻട്രലി സ്പോൺസേഡ്, സ്റ്റേറ്റ് മാനേജ്ഡ് ആണ് സ്കീം. കേരളത്തിലെ ഒരു MLA അറസ്റ്റിലായിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന് പുറത്തായിട്ടുണ്ട്. പക്ഷേ MLA ഒരു പീഡന കേസിൽ പ്രതിയാണ്. അപ്പോൾ ഈ MLA ഞാൻ ഇത് തീർച്ചയല്ല, ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് പ്രസ് ബ്രീഫിംഗ്. കേരളത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ വിൽ ഹാവ് സം അതർ ഡേ. ഇല്ല 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 ഞാൻ പൂനെയിലാണ് താമസിക്കുന്നത്. ഞാനത് വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. മോസ്റ്റ്ലി ഇപ്പോൾ ലക്നൌവിൽ നിന്നാണ് വരുന്നത്. സോ
ഡെഫിനറ്റ്ലി പ്ലീസ്. ഈ ഇലക്ഷനൊക്കെ വരുന്നുണ്ടാണ് ഒരു കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കാരണം ഇങ്ങനെ തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്രാവശ്യം UDF സർക്കാർ വരും എന്നുള്ള ഉറപ്പുണ്ട്. സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിലേക്ക് ഒരു അയ്യോ നമ്മളൊരു ജനങ്ങളുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഇത്രയും വലിയൊരു 10,000 കോടിയുടെ ഒരു സ്കാമിന്റെ കാര്യം എൻ്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ വളരെ ഒരു ഇറ്റ്സ് ഇറലവൻറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്.